കാരാസൂരി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണിത്. വളരെ മനോഹരമാണ് ഈ യാത്ര. ഇതാണ് കാരാസൂരി ക്ഷേത്രം. നെല്ലിയാമ്പതിയിലെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റ് എന്നെ സംബന്ധിച്ച് ഇതായിരിക്കും. ഗോത്ര വിഭാഗങ്ങൾ ആരാധിക്കുന്ന ചൈതന്യമാണിത്. വർഷത്തിലൊരിക്കൽ അവർ ഒത്തുചേർന്ന് ഇവിടെ പൂജകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ വിശ്വാസത്തോടെ വരുന്നവരെ ഭഗവതി അനുഗ്രഹിക്കുമെന്നാണ് അവർ കരുതുന്നത്. കാടുകളുടെയും മേടുകളുടെയും ജീവജാലങ്ങളുടെയും സംരക്ഷകയാണ് ദേവി. ഇവിടെ എത്തിയപ്പോൾ തന്നെ വല്ലാത്തൊരു നിശബ്ദതയാണ് എനിക്ക് തോന്നിയത്. ചുറ്റും മറ്റൊരാളുമില്ല, ശബ്ദ കോലാഹലങ്ങളുമില്ല. ഞങ്ങളും കാടിന്റെ വന്യതയും തണുത്ത കാറ്റും മാത്രം. ദേവി വിഗ്രഹം തെല്ലൊന്നെന്നെ ഭയപ്പെടുത്തിയെങ്കിലും ദേവിയെ വണങ്ങി ഞങ്ങൾ മുകളിലേക്ക് കയറി. മുകളിലേക്ക് കയറാമെന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു സ്വർഗതുല്യമായ ഇടമാണ് കാണാൻ പോകുന്നത് എന്ന് ഞാൻ കരുതിയില്ല. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അങ്ങകലെയായി മൃഗങ്ങളുടെ ശബ്ദവും എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടി മുകളിലേക്ക് നടന്നു. കരിങ്കുരങ്ങുകളുടെ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവയെല്ലാം ഞങ്ങളെ കണ്ടതും കാട്ടിലേക്ക് ഓടിമറഞ്ഞു. അങ്ങകലെ കോടമഞ്ഞ് പുതച്ചു തുടങ്ങിയിരിക്കുന്നു. ആയൂർ വാലി, മിസ്റ്റി വാലി എന്നീ 2 സ്റ്റേ ആണ് ഈ കാടിനുള്ളിലുള്ളത്. അവിടെ പോകുന്നവർക്ക് എന്തായാലും വന്യമൃഗങ്ങളെ കാണാൻ കഴിയും. പോകുന്ന കുറേയധികം സ്ഥലങ്ങളിൽ ആനപ്പിണ്ടം കാണാൻ കഴിഞ്ഞു. ഞാൻ തെല്ലൊന്നു ഭയന്നു. ഈ മലമുകളിൽ ആന വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് സത്യം. കാട്ടികൾ ധാരാളമായി മേയുന്ന മേഖലയാണിതെന്ന് വ്യക്തമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രേട്ടൻ ഞങ്ങളെ കാണാതെ പരിഭ്രമത്തിൽ ഹോണടിച്ചുകൊണ്ടിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ താഴോട്ടിറങ്ങി. മല കയറാൻ പറഞ്ഞപ്പോൾ ഇത്ര ദൂരം ഞങ്ങൾ പോകുമെന്ന് അദ്ദേഹം കരുതിയില്ലത്രേ. മടക്കയാത്രയിൽ ഒരു തടിമാടൻ കാട്ടി അഥവാ ഇന്ത്യൻ ഗോർ ഞങ്ങൾ കണ്ടു. ആനകൾ ഞങ്ങളെ കണ്ടിട്ടുണ്ടാവാം, പക്ഷേ ഇത്തവണ ആനകളെ ഒന്നും ഞങ്ങൾ കണ്ടില്ല. നെല്ലിയാമ്പതിയിൽ എന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് കാരാസൂരി ക്ഷേത്രം. നെല്ലിയാമ്പതി വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. യാത്രകൾ തുടരും.